പിടിക്കട്ടെ. ഇത് തരാമിന ഇത് പിടിക്കട്ടെ. കണക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സലാം, നമസ്കാരം. അതിരാവിലെ ഉറക്കമുണരുന്ന ആമിനയും സംഘവും നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള ഈ ചെറുമരത്തിൽ പഴുത്തു തുടുത്ത് കിടക്കുന്ന ചെറിപ്പഴം ആരാണോ ആദ്യം കാണുന്നത് അത് അയാളുടേതാണ്. അത് അയാൾ തന്നെ പറിക്കുകയും ചെയ്യും. എന്നിട്ട് അയാൾ നൽകുന്നതാണ് മറ്റുള്ളവർക്ക് ലഭിക്കുകയുള്ളൂ. ഇത് തെറ്റിക്കുമ്പോഴുള്ള അടിപിടിയും ബഹളവും ഒച്ചപ്പാടും ജഗടയുമാണ് നമ്മൾ ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരുന്നത്. നമ്മൾ ചെറിപ്പഴം കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല, അല്ലെ? എന്താണ് ഈ ചെറിപ്പഴവും ചെറിപ്പഴ മരവും? ഇതെങ്ങനെ നട്ടുപിടിപ്പിക്കും? ഇവയുടെ പരിചരണം എങ്ങനെയാണ്? ഇവയെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്? നമുക്ക് നോക്കാം. സാധാരണയായി നമ്മളിൽ പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മുള്ളോടുകൂടിയ ഒരു ചെടിയിൽ നിന്നും നമ്മൾ പറിച്ചെടുക്കുമ്പോൾ പാൽ നിറത്തിലുള്ള ചിറത്തോടു കൂടിയ ഒരു കുരു, അതിൻ്റെ കുരു കളഞ്ഞ് പൊളിച്ച് കൃത്രിമമായി പഞ്ചസാര ലായനിയിൽ ചുവന്ന കളർ കൊടുത്ത് ബേക്കറികളിൽ ചില്ലിട്ട ഭരണിയിൽ വെച്ചിരിക്കുന്ന ആ വസ്തുവാണ് ചെറി എന്നാണ് കരുതിയിരിക്കുന്നത്. കണ്ടോ, ശരിക്കുള്ള ചെറിപ്പഴം പറിക്കുമ്പോൾ പാൽ നിറത്തിലുള്ള ചിറം വരികയില്ല. പറിച്ച ഉടനെ തന്നെ ഏത് കൊച്ചുകുട്ടികൾക്കും ഭക്ഷിക്കാൻ അനുയോജ്യവുമായി. അങ്ങനെ എന്നിട്ട് നോക്കിയാ കണ്ട, കൈ പിടിച്ചെടുത്ത് നോക്കിയേ, കണ്ടേ താഴ്ത്ത് താഴ്ത്ത് കണ്ട 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 എന്നെ കാണിച്ചോ. എവിടെ കണ്ടോ, ഏതൊരു കൊച്ചുകുട്ടികൾക്ക് പോലും ഇടപഴകുവാനും പറിച്ചെടുക്കുവാനും കഴിയുന്ന വിധം വളരെ ലോലമായ തണ്ടുകളും ചില്ലകളും ഇലകളും പൂക്കളും കായകളുമാണ് ഇവയുടെ. പാല് കുടിക്കുന്ന കുട്ടികളുടെ പ്രായം കഴിഞ്ഞുള്ള ഏതൊരു പ്രായക്കാരും ഇത് കഴിച്ചാൽ പ്രത്യേകമായ ഒരു ഉണർവും ഉന്മേഷവും ലഭിക്കുന്നതായിട്ട് അറിയുവാൻ കഴിയുന്നു. ഈ ചെറുമരത്തിന്റെ പ്രത്യേകത 12 മാസവും ഇത് കായ്കനികൾ നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. പൂക്കുന്ന കൊമ്പുകളിലെ എല്ലാ പൂക്കളും കായ്കളായി വിരിയുവാൻ നമ്മൾ ചെയ്യേണ്ടത്, അറബ് നാടുകളിൽ അറബികൾ കാരക്ക മരത്തിൽ അഥവാ ഈത്തപ്പനയിൽ ചെയ്യുന്നത് പോലെ ഇതിൻ്റെ പൂക്കുലകൾ തമ്മിൽ പരസ്പരം ഒന്ന് മുട്ടിച്ചു കൊടുക്കുക, അഥവാ കൃത്രിമ പരാഗണം ചെയ്തു കൊടുക്കുക. കണ്ടോ, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇതിൻ്റെ പൂച്ചില്ലകൾ ഇങ്ങനെ കൃത്രിമ പരാഗണം ചെയ്തെടുക്കുവാൻ വളരെ എളുപ്പവുമാണ്. അതുപോലെ ഈ ചെറുമരച്ചില്ലയിലെ മേലും ഫീമെയിലും അഥവാ ആൺപെൺ വ്യത്യാസം ഇവയുടെ പിങ്ക് കളറും വൈറ്റ് കളറും നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കുവാൻ സഹായിക്കുന്നു. നമ്മൾ കൃത്രിമ പരാഗണത്തിലൂടെയോ അല്ലാതെയോ ഉണ്ടാകുന്ന ഈ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതുപോലെ ചുവന്ന് തുടുത്ത നല്ല മണവും ടേസ്റ്റോടും കൂടിയ ഈ ചെറിപ്പഴം നമുക്ക് ലഭിക്കുന്നതാണ്. എടുത്തു പറയത്തക്കതായ വലിയ പരിചരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു ഫലവൃക്ഷമാണ് ഇതെങ്കിലും മഞ്ഞുകാലമാകട്ടെ മഴക്കാലമാകട്ടെ വെയിലുള്ള കാലാവസ്ഥയാകട്ടെ ഇവയിൽ നിന്നും നമുക്ക് ധാരാളം കായ്കനികൾ കിട്ടിക്കൊണ്ടിരിക്കുവാൻ ഇവയുടെ കടയ്ക്കൽ എപ്പോഴും നല്ല ഈർപ്പം അഥവാ നനവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വല്ല എല്ലുപൊടിയോ ചാണാപ്പൊടിയോ പോലുള്ളവ ചേർത്ത് കൊടുക്കുന്നതും നന്നായിരിക്കും. നമുക്കറിയാവുന്ന മറ്റു പല പഴവർഗ്ഗങ്ങളോടും താരതമ്യം ചെയ്യുമ്പോൾ ഇവയുടെ വലുപ്പത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവയേക്കാൾ കുറച്ച് പുറകിലാണെങ്കിലും ഇവയുടെ ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ള പഴങ്ങളെക്കാൾ കൂടുതൽ അതല്ലെങ്കിൽ അവയ്ക്ക് തുല്യമായ സ്ഥാനമാണ് ഇവയ്ക്കുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നാടനാകട്ടെ മറുനാടനാകട്ടെ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് ആവശ്യമായ വൈറ്റമിനുകൾ അടങ്ങിയിട്ടുള്ളതാണ് പച്ചയായാലും പഴുത്തതായാലും ചെറിപ്പഴങ്ങൾ. നമ്മുടെ തലച്ചോറിലും മനസ്സിലും ശരീരത്തിലുമെല്ലാം പ്രത്യേകമായ ഒരു ഉണർവ് ലഭിക്കുന്നു എന്നതിന് പുറമെ ശരീരത്തിന് ആവശ്യമായ മെലാറ്റൻ, വിറ്റാമിൻ എ, വിറ്റാമിൻ സി, ജീവകം എന്നിവയെല്ലാം ധാരാളമായി ഇവയിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഗവേഷകന്മാരുടെ അഭിപ്രായം.
ഒരു പരിധിവരെയുള്ള പ്രമേഹ രോഗികൾക്കും അഥവാ ഷുഗറുകാർക്കും ഇത് ഭക്ഷിക്കാം എന്നുള്ളതാണ് പല ഗവേഷകന്മാരുടെയും അഭിപ്രായങ്ങൾ. അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടുവാൻ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും, കൊളസ്ട്രോൾ നിയന്ത്രിക്കുവാനും, ചർമ്മ സംരക്ഷണത്തിനും, ക്യാൻസർ ഒരു പരിധിവരെ അകറ്റി നിർത്തുവാനും, ഉടവയർ കുറയ്ക്കുവാനും, നല്ല ദഹനം കൂട്ടുവാനും, പക്ഷാഘാതവും ഒരു പരിധിവരെ തടുക്കുവാനുമെല്ലാം ഈ ചെറിപ്പഴം ഉപയോഗപ്പെടുത്താവുന്നതാണെന്ന് ഗവേഷകന്മാർ പറയുന്നുണ്ട്. എത്രയൊക്കെ പറിച്ചു തിന്നാലും ദൈനംദിനം ഇത് പറിച്ചു തിന്നതിനേക്കാൾ കൂടുതൽ ദൈവം ഇതിൽ നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഇതിങ്ങനെ വിശാലമായി കുട പോലെ വളർന്ന് പൂവായും കായായും മൂത്ത് ചെനച്ച് പഴുത്തു കിടക്കുന്ന ഈ ചെറിപ്പഴങ്ങൾ ഒരെണ്ണം കഴിച്ചു നോക്കാതെ പോവുകയില്ല എന്നുള്ളതും ഒരു സത്യമാണ്. ആരൊക്കെ എന്തൊക്കെ എത്രയൊക്കെ ഇതിൽ നിന്നും പറിച്ചു തിന്നാലും ദൈനംദിനം ഇതിൽ നിന്ന് പറിച്ചു തിന്നതിനേക്കാൾ കൂടുതൽ ഒരു അനുഗ്രഹം പോലെ ദൈവം ഇതിൽ വീണ്ടും വീണ്ടും ധാരാളമായി നിക്ഷേപിക്കുന്നു എന്നുള്ളത് ഒരു അനുഭവ സത്യവുമാണ്. കണ്ടോ, നമ്മൾ മനുഷ്യന്മാരാകട്ടെ, കിളികളാകട്ടെ, മറ്റു ജീവികളാകട്ടെ, ഇതിൽ നിന്നും നിത്യവും കഴിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇതിലിങ്ങനെ ആൺപൂവായും പെൺപൂവായും ഇതിൻ്റെ ചെറിയ കായായും ചെറിപ്പഴമായും ദൈവം ഒരു അനുഗ്രഹം പോലെ നിത്യവും ഇതിൽ വർദ്ധിപ്പിച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ ചെറിമരവുമുണ്ട് ഒരുപാട് ഇനങ്ങൾ. ഇത് നമ്മൾ സാധാരണ അറിയുന്ന സാധാ ചെറിയാണ്, അഥവാ തായ്വാൻ ചെറി എന്നറിയപ്പെടുന്നതാണ് ഈ ചെറിമരം. ഇനി ഈ ചെറിമരത്തിൻ്റെ വംശവർധനയ്ക്കായിട്ട് എന്ത് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. അതിനായി ഇതുപോലെ ഒരു ചെറിയ ചെടിച്ചട്ടി എടുത്ത് നല്ല വളക്കൂറുള്ള നനവുള്ള ഈർപ്പമുള്ള മണ്ണ് ചെടിച്ചട്ടിയുടെ 1/4 ഭാഗം ഇതുപോലെ ഇടുക. എന്നിട്ട് നല്ല പൂമുട്ടുകൾ വന്നിട്ടുള്ള ഒരുപാട് നല്ല കേടറ്റ കൊമ്പ് കമരയോടുകൂടി മുറിച്ചെടുക്കുക. ഒട്ടും ചതവില്ലാതെ വേണം മുറിച്ചെടുക്കുവാൻ. ഉടനെ തന്നെ ഈ മണ്ണിനടിയിൽ 2.5 ഇഞ്ച് അതല്ലെങ്കിൽ 3 ഇഞ്ച് മണ്ണിനടിയിൽ പോകുന്ന വിധത്തിൽ നിക്ഷേപിക്കുക. എന്നിട്ട് വെയിലധികം ഏൽക്കാത്ത, കാറ്റുകൾ കൊണ്ട് അധികം ഇളക്കമില്ലാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടും. ഇത് പിടിച്ചിരിക്കും. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ മാതൃതൈയിൽ നിന്നും എത്ര തൈകൾ വേണമെങ്കിലും ഭംഗിയായി വികസിപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ ഈ ചെടിച്ചട്ടിയിൽ വെച്ച ഈ കമ്പ് ഇല വാടാതെ ഒരാഴ്ചയോളം നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം ഈ തൈ പിടിച്ചു വരുന്നു എന്ന് തന്നെയാണ്. ഈ ചട്ടിയിൽ പിടിച്ചു വരുന്ന ഈ തൈ 1 മാസത്തിൽ കുറയാതെ ഈ ചട്ടിയിൽ തന്നെ വളരട്ടെ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഏകദേശം 2 അടി താഴ്ചയിലും 2 അടി വീതിയിലും അഥവാ 2 അടി ചുറ്റളവിലും ഇത് നമുക്ക് ഭംഗിയായിട്ട് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ചട്ടിയിൽ പിടിച്ചു കഴിഞ്ഞ ഈ തൈ നമ്മൾ പറിച്ചു മാറ്റി നടുമ്പോൾ നടുന്ന സ്ഥലത്ത് എപ്പോഴും നല്ല ഈർപ്പവും തണുപ്പും കിട്ടുന്ന വിധത്തിൽ നിത്യവും അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഈ ചെറുമരത്തിൻ്റെയും ചെറിപ്പഴത്തിൻ്റെയും വിശേഷങ്ങൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്പെഷ്യൽ നന്ദി. ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം, സലാം, താങ്ക്സ്.